നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്ന ഒരു പ്രതിഭാസത്തെക്കുറിച്ചാണ്. അത് വേറൊന്നുമല്ല, കള്ളക്കടൽ പ്രതിഭാസം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ആർക്കാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ തീരദേശ പ്രദേശവാസികൾക്കും അതല്ലാതെ ഈ മത്സ്യത്തൊഴിലാളികൾക്കൊക്കെയാണ് ഇതിന് കൂടുതൽ ആഘാതം വരിക. അപ്പോൾ ഇവയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കള്ളക്കടൽ പ്രതിഭാസം നടക്കാൻ സാധ്യത ഉണ്ടെന്നൊക്കെയാണ് നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കുകയാണെങ്കിൽ എന്താണ് കള്ളക്കടൽ പ്രതിഭാസം എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സാധാരണ വലിയ കടൽക്ഷോഭമൊക്കെ വരുമ്പോൾ വലിയ മഴയോ ഇടിയോ അതുപോലുള്ള കാറ്റോ അങ്ങനെ എന്തെങ്കിലും പ്രക്ഷോഭങ്ങൾ സംഭവിക്കാറുണ്ട്. പക്ഷേ ഈ കള്ളക്കടൽ പ്രതിഭാസം അങ്ങനെയല്ല. ഒരു മുന്നറിയിപ്പും കൂടാതെ വലിയ വലിയ തിരമാലകൾ നമ്മുടെ കരയിലേക്ക് അടിച്ചു കയറും. അതാണ് ഈ കള്ളക്കടൽ പ്രതിഭാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എന്താണ് കള്ളക്കടൽ പ്രതിഭാസം എന്ന് വരാൻ കാരണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, കള്ളന്മാരൊക്കെ നമ്മളറിയാതെയും ഏത് സമയത്താണ് വരിക എന്നൊന്നും നമ്മളെ അറിയിക്കുകയോ നമുക്ക് മനസ്സിലാക്കുകയില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ കള്ളക്കടൽ പ്രതിഭാസവും. അത് എപ്പോൾ വരുമെന്നും എങ്ങനെ വരുമെന്നും ഒന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ കള്ളക്കടൽ പ്രതിഭാസം എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ശാസ്ത്രീയം എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വലിയ ദൂരെയുള്ള കടലിടുക്കുകളിൽ നിന്ന് വലിയ വലിയ കാറ്റൊക്കെ വീശുമ്പോൾ അവിടുന്ന് ധാരാളം കിലോമീറ്ററോളം താണ്ടി വരുന്ന ഈ വേവ്സ് ആണ് കരയിലേക്ക് അടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കാറ്റോ അതുപോലെയുള്ള വലിയ മഴയോ ഒന്നും അനുഭവപ്പെടാത്തത്. അതായത് അങ്ങ് ദൂരെ നിന്നുള്ള വേവ്സ് അടിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് മത്സ്യത്തൊഴിലാളികളെ എങ്ങനെ ബാധിക്കുമെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ആയിരക്കണക്കിനോളം കുടുംബങ്ങളാണ് ഈ മത്സ്യബന്ധനത്തിനോടും അതുപോലെയൊക്കെ ആയിട്ട് ജീവിച്ചു വരുന്നത്. ഇപ്പോൾ ഒരു കുടുംബത്തിൽ ഒരു മത്സ്യത്തൊഴിലാളി കടലിൽ പോയി നോക്കുക. അപ്പോൾ ഈ കടൽക്ഷോഭമോ അതുമായി ബന്ധപ്പെട്ട ഈ പ്രതിഭാസവും ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ അയാൾക്ക് മരിച്ചു പോവുകയോ അതല്ലാതെ വേറെ എന്തെങ്കിലും അപകടം സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇത് ആ കുടുംബത്തിനെ മൊത്തമായി ബാധിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഏകദേശം നല്ലൊരു ശതമാനത്തോളം പേരും ഈ കടലിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഇത് വളരെയേറെ നാശമുണ്ടാക്കും. പിന്നീട് നമ്മൾ ഇവരെ അല്ലാതെ ഈ തീരദേശ പ്രദേശത്ത് താമസിക്കുന്നവർക്കും ഇത് വളരെയേറെ ബാധകം തന്നെയാണ്. അതായത് മുന്നറിയിപ്പില്ലാതെ ഇതിങ്ങോട്ട് അടിച്ചു കയറുകയും വീടുകളും അതുപോലെ തന്നെ ഈ സുനാമിക്ക് വേണ്ടി അതുപോലെ തന്നെ ഈ മതിലുകളും എല്ലാം തകർക്കുകയും അങ്ങനെയുള്ള അവസ്ഥയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതിന് വലിയ പ്രശ്നങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ കടൽ പ്രക്ഷോഭം ഉണ്ടാവുമെന്നും വലിയൊരു കാറ്റ് വീശാവും എന്നൊക്കെയാണ് നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മത്സ്യത്തൊഴിലാളികൾക്കും ഈ തീരദേശ പ്രദേശവാദികൾക്ക് അവർക്കൊക്കെ വളരെ വലിയ മുന്നറിയിപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പാലിച്ചുമാണ് നമ്മൾ മുന്നോട്ട് പോകാൻ. പിന്നീട് നമുക്ക് ഇതെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഈ കാലാവസ്ഥാ വ്യതിയാനം ഈ കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നതൊക്കെ കേട്ട് മനസ്സിലാക്കുക, എന്താണ് സ്ഥിതി എന്നൊക്കെ മനസ്സിലാക്കുക. അവർ എന്താണ് ചെയ്യാൻ പറയുന്നതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക. പിന്നെ എപ്പോഴും ഒരു ശ്രദ്ധയോടെ കൂടിയിരിക്കുക. അവയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ. പിന്നീട് നമുക്കറിയാം, ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവാത്ത പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചൂടെന്ന് പറയുമ്പോൾ നിസ്സാര ചൂടല്ലല്ലോ. അതായത് വർഷം തോറും ചൂട് കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ ഇത് കടലിനെ നല്ലപോലെ ബാധിക്കും. കൂടുതലായും ഈ ജലം അന്തരീക്ഷത്തിലേക്ക് പോവുകയും അങ്ങനെ മഴക്കാലത്തൊക്കെ കനത്ത ആവാനൊക്കെ ഇതുകൊണ്ട് ചാൻസ് കൂടുതലാണ്. പിന്നെ അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? നമുക്കറിയാം, നമുക്ക് ഈ നേച്ചറിനെ എന്ന് വെച്ചാൽ സമാധാനത്തോടെ ഇരിക്കുന്ന നേച്ചറിനെ പോലും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കത്തില്ല. അതായത് ഈ കടലൊക്കെ സമാധാനത്തോടു കൂടി ഇരിക്കുമ്പോഴായിരിക്കും ആ കടലിലൊക്കെ ദേഷ്യം ഇത് കാണിക്കുന്നത്.
അപ്പോൾ അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.